കുറ്റകൃത്യങ്ങളും അനധികൃത താമസവും മൂലം 6000-ലധികം വിദ്യാർത്ഥി വിസകൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം റദ്ദാക്കിയതായി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് തിങ്കളാഴ്ച അറിയിച്ചു. ഇതിൽ 200 മുതൽ 300 വിസകൾ ഭീകരതയെ പിന്തുണയ്ക്കുന്ന പ്രവർത്തനങ്ങളുടെ പേര് പറഞ്ഞാണ് റദ്ദാക്കിയത്. കുടിയേറ്റ നിയന്ത്രണത്തിന്റെ ഭാഗമായി ട്രംപ് ഭരണകൂടം വിദ്യാർത്ഥി വിസകൾക്ക് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. സോഷ്യൽ മീഡിയ പരിശോധനയും സ്ക്രീനിംഗ് പ്രക്രിയകളും വിപുലീകരിച്ചു. യുഎസിനോട് ശത്രുതയുള്ളവരോ രാഷ്ട്രീയ ആക്ടിവിസത്തിന്റെ പശ്ചാത്തലമുള്ളവരോ ആയ അപേക്ഷകൾക്കെതിരെ യുഎസ് നയതന്ത്രജ്ഞർ ജാഗ്രത പാലിക്കണമെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നിർദ്ദേശിച്ചു. ഏകദേശം 4000 വിസകൾ നിയമലംഘനങ്ങൾ മൂലം റദ്ദാക്കപ്പെട്ടു. ഇതിൽ ഭൂരിഭാഗവും ആക്രമണ കേസുകളാണ്. മദ്യപിച്ച് വാഹനമോടിക്കൽ, മയക്കുമരുന്ന് ഉപയോഗം, മോഷണം എന്നിവയാണ് മറ്റു കുറ്റങ്ങൾ. ഭീകരപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക അല്ലെങ്കിൽ ഭീകര സംഘടനകളുമായി ബന്ധം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് 200 മുതൽ 300 വിസകൾ റദ്ദാക്കിയത്. ഇതൊക്കെ ഏത് ഗ്രൂപ്പുകളുമായാണ് ബന്ധമെന്ന് വ്യക്തമാക്കിയിട്ടില്ല. ഗസ യുദ്ധത്തിനിടെ ഫലസ്തീൻ അവകാശങ്ങൾക്കായുള്ള വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ US സർവകലാശാലകളെ ജൂതവിരുദ്ധതയുടെ കേന്ദ്രങ്ങളെന്നാരോപിച്ച് ട്രംപ് ഹാർവാർഡ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളെ വിമർശിച്ചു. ഹാർവാർഡിന്റെ ധനസഹായം മരവിപ്പിക്കുമെന്നും നികുതി ഇളവ് പദവി നീക്കുമെന്നും അദ്ദേഹം ഭീഷണിപ്പെടുത്തി. ഇത് യൂറോപ്യൻ രാജ്യങ്ങളെ ഗവേഷണ ഗ്രാന്റുകൾ വർദ്ധിപ്പിക്കാൻ പ്രേരിപ്പിച്ചു. US വിദേശനയ മുൻഗണനകൾക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിനാൽ നൂറുകണക്കിനോ ആയിരക്കണക്കിനോ ആളുകളുടെ വിസകൾ റദ്ദാക്കിയതായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കി. Waytonikah.com, the exclusive Muslim matrimonial site.